നിറം മങ്ങിയ കമ്പിക്കാലിനപ്പുറത്ത് കൽപ്പടവിൽ മൂടിക്കെട്ടിയ ആകാശം വീണുറങ്ങുന്ന തണുത്ത തടാകത്തിൽ നോക്കിക്കൊണ്ട് അവൾ നിന്നു. ക്ഷേത്ര പരിസരവും മണൽ വിരിച്ച മുറ്റവും മണ്ഡപവും ഒഴിഞ്ഞുകിടക്കുന്നു. 3 പഹാടി ചെറുക്കന്മാരെ കയറ്റി തുഴഞ്ഞു വരുന്ന ബോട്ടിൻ്റെ അരയന്നത്തല തൻ്റെ ചുവട്ടിലേക്ക് അടുക്കുന്നത് കണ്ടപ്പോൾ അവൾ നോക്കി. മഞ്ഞ പല്ലുകൾ കാട്ടി ബുദ്ധു ചിരിക്കുന്നു. അവൻ താഴെ തോണി അടുപ്പിച്ചു. സീസൺ എത്ര വേഗം കഴിഞ്ഞു മേം സാബ്. ശരിയാണ്, ആരും വന്നില്ല. അവളും അസ്വസ്ഥമായ സ്വരത്തിൽ പറഞ്ഞു. ആരും വന്നില്ല. അടുത്ത കൊല്ലം നോക്കാം അല്ലേ മേം സാബ്. അവൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാതെ അലസമായി ആവർത്തിച്ചു. ആ, അടുത്ത കൊല്ലം. മേം സാബ് വേണ്ടത്ര താല്പര്യം കാട്ടുന്നില്ലെന്ന സംശയത്തോടെ തോൽ നിറമുള്ള കനത്ത കുപ്പായത്തിൻ്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് ബുദ്ധു കുറച്ചുറക്ക ചോദിച്ചു. വരാതിരിക്കില്ല അല്ലേ മേം സാബ്. അവൾ തലകുലുക്കി. ബോട്ട് തുഴഞ്ഞു നീങ്ങിയപ്പോൾ ജലപ്പരപ്പിൽ നീണ്ടുകിടന്ന വളഞ്ഞ വഴിത്താരയിലേക്ക് നോക്കി നിന്നുകൊണ്ട് അവൾ പിറുപിറുത്തു. വരാതിരിക്കില്ല. മലയാളി മനസ്സിലേക്ക് പ്രണയമഞ്ഞു പൊഴിച്ച മഞ്ഞ് എന്ന നോവൽ MD വാസുദേവൻ നായർ അവസാനിപ്പിക്കുന്നത് കാത്തിരിപ്പിൻ്റെ കാൽപ്പനികതയിലാണ്. നോവലിൻ്റെ ആദ്യ പതിപ്പ് 1964, 2024 54-ാം പതിപ്പ്. 6 പതിറ്റാണ്ടിൽ ലോകം ഒരുപാട് മാറി. പ്രണയവും കാത്തിരിപ്പും മാറി, തലമുറയും മാറി. അപ്പോഴും മഞ്ഞിന് വായനക്കാരുണ്ട്. നിത്യതരുണം. മഞ്ഞെന്ന നോവലിൻ്റെ സാഹിത്യ നിരൂപണത്തിലേക്കല്ല, മഞ്ഞ് മനസ്സിൽ വരഞ്ഞ വ്യക്തിപരമായ 2 അനുഭവങ്ങളിലേക്കാണ് ഈ യാത്ര. പ്രണയിനിയാണ് പ്രീ ഡിഗ്രി കാലത്ത് മഞ്ഞു സമ്മാനിച്ചത്. വിമലയുടെ കാത്തിരിപ്പ് പോലെ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ പ്രണയകാലത്ത് പലരും ഇതേ സമ്മാനം തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. നൈനിത്താളിൽ പോകണം, വിമല സഞ്ചരിച്ച വഴികളിലൂടെ നടക്കണം. അന്നു മുതലേയുള്ള മോഹമായിരുന്നു. അന്നു കിട്ടിയ മഞ്ഞിൻ്റെ പുറംചട്ടയ്ക്കുമുണ്ടായിരുന്നു പ്രത്യേകത. കാഴ്ചയിലും സ്പർശനത്തിലും മഞ്ഞിൻ മാർദ്ദവം അനുഭവിക്കുന്ന മാറ്റ് ലാമിനേഷൻ ഫിനിഷുള്ള കവർ. അന്നത് പുതുമയായിരുന്നു. മഞ്ഞിനോടൊപ്പം മാറ്റ് ലാമിനേഷനോടും പ്രണയം. അന്നത്തെ കണക്കിൽ വലിയ തുക അധികം നൽകി മാറ്റ് ഫിനിഷിൽ കായംകുളം MSM കോളേജിലെ ആദ്യ മാഗസിൻ ഇറക്കിയാണ് ഈ മോഹം സഫലമാക്കിയത്. നൈനിത്താളിൽ പോകണമെന്ന ആഗ്രഹം അപ്പോഴും ബാക്കിയായി. ഡൽഹിയിൽ കേരളകൗമുദി കാലത്താണ് അത് സാധ്യമായത്. ഇത് വൈകുന്നേരങ്ങളിൽ വിമല നടന്ന വഴി. ഇത് തടാക തീരത്ത് വിമലയിരുന്ന ബെഞ്ച്. തീവ്രപ്രണയവും വിരഹ കാൽപ്പനികതയും നിലാമഞ്ഞായി പെയ്തുറഞ്ഞ ചിത്രങ്ങൾ ഒന്നൊന്നായി മുന്നിൽ. ആകാശം തൊട്ടുരുമി നിൽക്കുന്ന മഞ്ഞിൻ തലപ്പാവടിഞ്ഞ മലകളും പൈൻ മരങ്ങൾ നിറഞ്ഞ കുന്നിൻ ചെരുവുകളും തെളിഞ്ഞ തടാകവും ആരിലും പ്രണയം നിറയ്ക്കും. എല്ലാറ്റിനും സാക്ഷിയായി തടാകക്കരയിൽ പ്രണയത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച സതീദേവിയുടെ ക്ഷേത്രവും. പിന്നീടും പലതവണ നൈനി തടാകം തേടിപ്പോയെങ്കിലും മഞ്ഞു സമ്മാനിച്ച പ്രണയിനിയുമൊത്ത് തടാകക്കരയിലെത്താൻ പിന്നെയും ഏറെക്കാലം കഴിഞ്ഞു. കാത്തിരിപ്പില്ലെങ്കിൽ പിന്നെ എന്ത് മഞ്ഞും പ്രണയവും നൈനിത്താളും. പൂർണ്ണതയിൽ മാത്രമല്ല, അപൂർണതയിലും പ്രകാശം പരത്തുന്ന പ്രണയം. ഈ തടാകത്തെ മലയാളി പ്രണയസങ്കല്പത്തോട് ചേർത്തു തുന്നിയത് MD ആണ്. നിളയുടെ തീരത്തു നിന്നും കടൽ പോലെ കാലത്തോളം പരന്നൊഴുകിയ മലയാളത്തിൻ്റെ അഭിമാനമേ, വിട, നന്ദി.